നമസ്കാരം, നൗഷറാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറിയിക്കൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലാണ് കേട്ടോ. ഏകദേശം 15 കോടി രൂപ ചെലവിൽ പൂർണ്ണമായി കൃഷ്ണശിലയിൽ തനി തഞ്ചാവൂർ ശൈലിയിൽ കേരളത്തിൽ പതിരിക്കുന്ന ഏക ക്ഷേത്രമാണ് നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രം. ഇന്ത്യയിലെ പ്രസിദ്ധമായ 12 ശിവക്ഷേത്രങ്ങളുടെ ജ്യോതിർലിംഗങ്ങളാണ് നമ്മുടെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ദാണ്ടെ കൊത്തിവെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ? ഈ അമ്പലത്തിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ട് വശത്തായി കാണാൻ കഴിയുന്നത് ഏകദേശം 6 കിലോ തങ്കത്തിൽ പണിത പൊടിമരമാണ് നമുക്ക് ഈ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്തായി കാണാൻ കഴിയുന്നത്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ തെക്കുവശത്തായി കൊത്തിവെച്ചിരിക്കുന്ന ഈ ഓരോ കാര്യങ്ങളും ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യമാണ്. സാധാരണയായിട്ട് നമുക്ക് ഒരു അമ്പലങ്ങളിലും പോയാൽ കാണാൻ കഴിയത്തില്ല ഇങ്ങനെ ആ ഒരു അമ്പലത്തിൻ്റെ ഐതിഹ്യം ഈ കല്ലിൽ ഇങ്ങനെ കൊത്തിവെച്ചിരിക്കുന്നത്. കണ്ടില്ലേ? വളരെ മനോഹരമായ രീതിയിൽ തഞ്ചാവൂർ ശൈലിയിൽ കേരളത്തിന് വളരെ അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ ശില്പങ്ങളും ഇവിടെ ഇങ്ങനെ കൊത്തിവെച്ചിരിക്കുന്നത്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ വടക്കുവശത്തായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആലപ്പാട് ജനതയ്ക്ക് ചെങ്ങന്നൂർ മഹാക്ഷേത്രവുമായി ഒരു ബന്ധമുണ്ട്. അതിനെ പരശ്ശിമുപ്പ് ചരിത്രം എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു കാര്യമാണ് നമുക്ക് ഈ വടക്കുവശത്തായിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൊത്തിവെച്ച് പാലയിൽ കൊത്തിവെച്ചിരിക്കാൻ കാണാൻ കഴിയുന്നത്. കണ്ടില്ലേ? ക്ഷേത്രത്തിനുള്ളിലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ നല്ല മനോഹരങ്ങളായ ഒറ്റക്കല്ലിൽ പണിതീർത്ത ഒരുപാട് തൂണുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. എല്ലാം നല്ല നാടൻ തനിമയിൽ തഞ്ചാവൂർ ശൈലിയിൽ തന്നെയാണ് ഓരോ തൂണുകളുടെയും നിർമ്മാണം. വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഓരോ തൂണുകളുടെയും ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ശ്രീകോവിൽ മാത്രം നിലനിർത്തി ബാക്കിയെല്ലാം ചുറ്റമ്പലം ഉൾപ്പെടെ നല്ല തഞ്ചാവൂർ ശൈലിയിൽ മലയാള തനിമ നിലനിർത്തി തന്നെയാണ് ഇവിടെ പണിതീർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ക്ഷേത്രത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശിവനും വിഷ്ണുവും ഒരേ ശ്രീകോവിലിൽ കുടികൊള്ളുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ ചെറിയരിക്കൽ ക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ ഈ പടിഞ്ഞാറ് ഭാഗത്തായി മനോഹരമായി കൊത്തിവെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ അമ്പലത്തിൽ വന്നാൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ഈ അമ്പലത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മറ്റൊരമ്പലമാണ് വടക്കേനട ശ്രീ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതും അറബിക്കടലിൻ്റെ തീരത്താണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാഴ്ച. ഇവിടെ വരുന്ന ആൾക്കാർക്ക് നല്ല മനോഹരമായ ഒരു കാഴ്ച കൂടിയാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ശില്പികളുടെ നേതൃത്വത്തിൽ ഈ അമ്പലത്തിന്റെ 2ാം ഘട്ട പണികൾ താണ്ട് ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. മതിലിന്റെ സംബന്ധമായ പണികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്. നൗ ടോക്സ്. ഗുഡ് ബൈ.